ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ ഭയങ്കര വെയിലായി ഇപ്പം കേട്ടോ. ഇവിടെ ഇപ്പം പിന്നെ മണി 12, 11:30 11:30 ആയി. പിന്നെ 11:15 എങ്ങാണ്ടായി. കറക്റ്റ് സമയം നോക്കിയില്ല. പിന്നെ അജുമോനാന്നേ വെട്ടാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവൻ കയറി ഒന്ന് കിടന്നു. വെയിൽ ഭയങ്കരമാണ്, കാണാൻ ഭയങ്കര വെയിലാണ്. അപ്പം പിന്നെ അച്ചാച്ചൻ കണ്ടിരുന്ന് പിന്നെ ചേമ്പ് ചേമ്പും തട പിന്നെ കാച്ചിൽ ഇതെല്ലാം പൂള് വെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് അച്ചാച്ചനോട് ചോദിക്കാം. അച്ചാച്ചൻ്റെ ചെവി കേൾക്കത്തില്ല, എന്നാലും നമുക്ക് ചോദിക്കാം. അജുവിന് ഭയങ്കര കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാച്ചൻ്റെ കൂട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് കിട്ടും. അപ്പം പിന്നെ നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് കൊതിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വെളിയിൽ നിന്ന് മേടിക്കണ്ട. അച്ചാച്ചാ, ഏത് മാസത്തിലാണ് അച്ചാച്ചാ പിന്നെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നടുന്നത്? പറഞ്ഞേ. മീനമാസത്തിലാണ് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നടണ്ടുന്നത്. പിന്നെ അച്ചാച്ചൻ പറഞ്ഞു. അച്ചാച്ചൻ്റെ ചെവിക്ക് കേൾവിക്കുറവ് നല്ല പോലെ ഉണ്ട്. ദാണ്ട് അച്ചാച്ചൻ തരുന്ന കണ്ടോ. ഇതിൻ്റെ ബാക്കി ഇങ്ങനത്തെ അച്ചാച്ചാ, ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ ഇത് ഭയങ്കര വെയിലായതുകൊണ്ട് കാണത്തില്ലായിരിക്കും ഇല്ലേ. പിന്നെ ഏതാണ്ട് ഇത് കാച്ചിലാന്നേ. കാച്ചിലിൻ്റെ നമുക്കിത് പുഴുങ്ങാനും കറി വെക്കാനൊക്കെ എടുക്കാം. പുളു വെട്ടിയതിൽ നിന്ന് നമ്മളതിൻ്റെ നടുഭാഗത്തുള്ളത് മുറിച്ചെടുക്കും. വർഷങ്ങളായി. അച്ചാച്ചനിപ്പോൾ 86 വയസ്സായി. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോഴും ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ വീട്ടിലെല്ലാം ചെയ്യുന്നത് അച്ചാച്ചനാണ്. ഇത്രയും നാളും പൂള് വെട്ടിത്തരുന്നതല്ല. ഇപ്പോൾ അച്ചാച്ചന് പക്ഷേ പിന്നെ ഇതൊന്നും നടാനൊന്നും ആവത്തില്ല. അജുമോനാണെങ്കിലും ഇതൊക്കെ നടാനായിട്ട് അത്രയ്ക്ക് വശമില്ല. ചേമ്പാണെങ്കിൽ ഞങ്ങൾ നടും കേട്ടോ. ചേനയും ഒക്കെ ആണെങ്കിൽ കാച്ചിലിന് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് നടാൻ. അച്ചാച്ചാ, കാച്ചിൽ എങ്ങനെയാ അച്ചാ നടണ്ടെന്ന് പറയാവോ? കാച്ചിൽ നടുന്നതിനെക്കുറിച്ചൊന്ന് പറയാവോ? കാച്ചിൽ എത്രത്തോളം കുഴിച്ച് നടണം? അതിനെങ്ങനെ എന്തുവാ പറയുന്നേ? എങ്ങനെ എന്തോ എടുത്തോണ്ട് പോകുന്നത് പോലെ നടണമെന്ന് അച്ചാച്ചൻ പറയുന്നേ? പരന്ത് എങ്ങനെയാ പറയുന്നേ? പരന്ത് റാഞ്ചുന്നേ അച്ചാച്ചൻ പറയുമല്ലോ. എങ്ങനെയാ പറയുന്നത്? പരന്ത് റാഞ്ചുന്ന പോലെ ഒരുപാട് താഴാതെ പരന്ത് വന്ന് എടുത്താൽ അത് പൊങ്ങി പോരുന്ന രീതിയിൽ അത്രേ ഉള്ള താഴ്ച മാത്രമേ ഇത് നടുമ്പം പാടുള്ളെന്നാണ് പറയുന്നത്. കാച്ചിൽ പിന്നെ ഇങ്ങനെ കൂന പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിലോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് വെച്ച് മാത്രമേ നടാവൂന്നാണ് പറയുന്നത്. അജുമോൻ നാണ്ട വരുന്നുണ്ട്. അജുമോനെ നമുക്ക് കാണാം. വെട്ടിയിട്ട് വന്നപ്പോൾ ചൂട് കൂടിയിട്ട് ഒരു കോപ്പ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഓടിപ്പോയി കയറി കിടന്നതാണ്. ഇന്നലെ രാത്രി അച്ചാച്ചൻ എപ്പോഴും അങ്ങ് ശ്വാസം മുട്ടല്ലയോ. അപ്പം അച്ചാച്ചൻ അങ്ങ് കിടക്കുമായിരുന്നു. എന്നിട്ട് 10 മണിയായപ്പം പറയാം, അച്ചാച്ചാ പെട്ടെന്ന് വന്നിട്ട് തോന്നുന്നു. അച്ചാച്ചൻ ചോറൊക്കെ കഴിച്ച് അത്താഴമൊക്കെ ഉണ്ടിട്ട് കയറി കിടക്കുമായിരുന്നു. അന്നേരം അച്ചാച്ചാ വന്നിട്ട് അച്ചാച്ചൻ എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി താന്ന് അച്ചാച്ചനോട് പറഞ്ഞ്. അച്ചാച്ചൻ പറഞ്ഞ് പൊയ്ക്കോണോ എന്ന് പറഞ്ഞ് അച്ചാച്ചന് ഓടിച്ച അജുവിനെ. ഇനിയിപ്പോൾ അജുമോനെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാണകപ്പാലിൽ മുക്കി വെക്കാനാണ് അജുമോൻ്റെ പ്ലാൻ ഇനി. ഇല്ലേ മോനെ? ഒന്ന് പറഞ്ഞേ, നിനക്ക് പറയാനുള്ളതൊക്കെ പറ. ഇങ്ങോട്ട് നോക്കി പറ. ചാണകപ്പാലെന്ന് പറയും നമ്മൾ. ചാണകം പിന്നെ ഇതാക്കി വെക്കുന്നതിന്. കൃഷിയെക്കുറിച്ച് എന്തുവാ അജുമോൻ്റെ അഭിപ്രായങ്ങൾ പറ. അജുമോൻ്റെ ആഗ്രഹങ്ങൾ. ഇവിടെ ഭയങ്കര ബഹളം വെച്ച് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇതാണ്ട് അച്ചാച്ചൻ ഓരോന്നും എടുത്ത് തരുന്നുണ്ട്. പുഴുങ്ങാനുള്ളത് അച്ചാച്ചൻ എടുത്ത് തരുന്നുണ്ട്. അച്ചാച്ചൻ നട നിൽക്കുന്നുണ്ടോ? അച്ചാച്ചൻ നട നിൽക്കുന്നു. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഒക്കെ നിൽക്കുക. അജുവിൻ്റെ ഒരു കോഴി വരുന്നു, BB318. ഇവരെ അജു വിളിക്കുന്നു. ഇവളെ ആൻറ്റി ടീ എന്നാണ് ഇവളോട് പറയുന്നത്. വിളിക്കുമ്പോഴേ വിളി കേൾക്കും ആൻറ്റി. അജുമോൻ നട്ടതല്ല. അജുമോനും ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയും കൂടെ ആയിരുന്നു ഇതൊക്കെ നട്ടത്. അജുമോൻ നട്ട ചീനി, നമ്മൾ ചീനി എന്നാണ് പറയുന്ന കപ്പ, ചേന. പിന്നെ ഇത് നേരത്തെ നിന്ന് ഒരു മൂടായിരുന്നു, അതിങ്ങ് കിളിച്ച് വന്നു. പിന്നെ മറ്റേ ചേനയൊക്കെ നട്ടതൊക്കെ വേണ്ട ഇവിടെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കാച്ചിൽ, പിന്നെ മഴക്കോളൊക്കെ ആയിപ്പോയി. അങ്ങനെ കാച്ചിൽ നട്ടതൊക്കെ കിളിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട്. അവിടെ മേലത്തുണ്ടിലും അവിടെ പിന്നെ ഓരോന്ന് നട്ട് കണ്ട്. ഇവിടെ കണ്ടോ, അജു വേലി കെട്ടിയേക്കുവന്നേ.
വേലിയൊക്കെ കെട്ടിയേക്കുന്നുണ്ട്. മേലെ തുണ്ടി കുറച്ചൊക്കെ ഓരോന്നൊക്കെ നടാമെന്നും പറഞ്ഞ് കെട്ടിയേക്കുവാണേ. പിന്നെയും കാണിക്കാം. വേണ്ട ഇവിടെ പിന്നെ ഇവിടെയുണ്ട് കുറച്ച് പിന്നെ ചേമ്പ് പിന്നെ ഇതാണ്ട് ചേനയൊക്കെ കിളിച്ച് വരുന്നത് കാണാവോ. ചേന കിളിച്ച് വരുന്നുണ്ട് ഇവിടെ. പിന്നെ അതൊക്കെ ഇവിടെ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്, കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, കിളിച്ച് വരുന്നുണ്ട്. ചേന കാച്ചിലെല്ലാം നട്ടതെല്ലാം കിളിച്ച് നിൽക്കുന്നു. ഇതെല്ലാം കാച്ചിൽ നട്ടേക്കുക. ചേമ്പ് നട്ടിട്ടുണ്ട്, കാച്ചിൽ നട്ടിട്ടുണ്ട്, എല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അജു ട്യൂഷന് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മേളിലോട്ടൊന്ന് കയറി പോയേക്കുവന്നേ. പിന്നെ അവിടെ ഒരു മൂട് നമ്മൾ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കിഴങ്ങെന്ന് പറയും. കിഴങ്ങ് കിളിച്ചു. അജു നട്ടതാട്ടോ കിഴങ്ങ്. കിളിച്ച് ഒരു മൂടേയുള്ളേ, ഒരു മൂട് അത്. പിന്നെ കാച്ചിലും ചേനയും പിന്നെ ചേമ്പും എല്ലാം ഉണ്ട്, കൂടുതലുണ്ട്, കുറച്ച് കൂടുതൽ നട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറേച്ചേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും കമൻറ്റുകൾ അയക്കണം. എന്നാലേ നിങ്ങളുടെ മറുപടികളും അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ തന്നെ തിരിച്ച് മറുപടി അയക്കുന്നതും അതിന് തിരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറയുമ്പോഴും. അജുമോൻ്റെ കുള്ളൻ കോഴിയെ കണ്ടോ, കുള്ളൻ കോഴി ഉണ്ടോ. ഇവനെ എല്ലാവരെയും സംരക്ഷിക്കുന്ന, ബാക്കി എല്ലാവരെയും തീറ്റി കൊടുത്തിട്ട് അടച്ചിട്ട് കേട്ടോ. ഇവനെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിലെ ബ്രഹ്മ നടന്നു പോകുന്നുണ്ട്. ബ്രഹ്മ നടക്കുന്നു. കുറച്ച് പേരെയൊക്കെ വെളിയിൽ നിർത്തിയിട്ടുണ്ട്. ഇത് അജുമോനും വിരിപ്പിച്ചിറക്കിയ കരിങ്കോഴിയാണ് കേട്ടോ. കരിങ്കോഴി കുട്ടനായി പോകുന്നത്. പിന്നെ സിൽവറെന്നും ഒക്കെ നമ്മൾ പറയത്തില്ലയോ, സിൽവർ കോഴി എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള അതിലത്തെ വേറെ ഒരു കളറും കൂടെ ഉണ്ട്. ഇനി 2 പേരും കൂടെ ഉണ്ട് നമ്മുടെ കരിങ്കോഴികൾ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.